ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് വൈറലായിട്ടുള്ള ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ. ഇത് വൈറലായിട്ട് എനിക്കൊന്ന് 1.5 വർഷം കഴിഞ്ഞ് ഞാനിപ്പോഴാണിത് ട്രൈ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം ട്രൈ ചെയ്തതിൻ്റെ കാരണം നല്ല സ്ട്രോബെറി ഇവിടെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഡെറാഡൂണിലാണുള്ളത്. നല്ല സ്ട്രോബെറി കിട്ടുന്നുണ്ട്, അതായത് നല്ല മധുരമുള്ള, വലിയ റേറ്റും ഇല്ല, അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് നാട്ടിലെ അപേക്ഷിച്ച്. അപ്പം നല്ല മധുരമുള്ള സ്ട്രോബെറി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കിക്കൂടാ, കാരണം ഒരുപാട് നല്ല റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് അതിനകത്തോട്ട് സ്ട്രോബെറി ജസ്റ്റ് കട്ട് ചെയ്ത് ഇടുക, ഇത്രയേ ഉള്ളൂ. വേറെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മേടിക്കുമ്പം നല്ല മധുരമുള്ള സ്ട്രോബെറി ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. പിന്നെ ഹേസൽനട്ടിൻ്റെ ചോക്ലേറ്റാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ആ നട്ട്സും ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുന്നുണ്ട്, അതും അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇത് കുറേ പേര് റിവ്യൂ കണ്ടിട്ടുണ്ട്, അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം നമ്മുടെ അവിടെ കിട്ടുന്നത് നല്ല നല്ല സ്വീറ്റായിട്ടുള്ള സ്ട്രോബെറി അല്ല, പക്ഷെ ഇത് നല്ല മധുരമുണ്ട്. ഇന്നലെ ഞാൻ സ്ട്രോബെറി മാത്രമായിട്ട് കഴിച്ചു നോക്കി, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ കഴിച്ചു നോക്കാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. അച്ഛനും മോനും വന്നിട്ടുണ്ട്. സത്യമായിട്ടും അടിപൊളി ടേസ്റ്റ്. കിട്ടില്ല ടേസ്റ്റ്. നിങ്ങൾ എവിടെ വീഡിയോ എടുക്കുക? നിനക്കില്ല, അത് അച്ഛന് കൊടുക്കട്ടെ. കൊള്ളല്ലേ? ഞാൻ വിചാരിച്ചോണ്ടല്ല, അടിപൊളിയായിട്ടുണ്ട്. ഓ, കണ്ണനുണ്ണിക്കോ? ഇരുന്നിരിപ്പിൽ മൊത്തം കഴിക്കാനുള്ള കൊതി എനിക്കുണ്ടായിരുന്നു. എങ്കിലും ചോക്ലേറ്റാണ് ഒരുപാട് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ അപ്പുറത്തെ ഒരു ചേച്ചിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഈ സ്ട്രോബെറി ചോക്ലേറ്റ് ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.